നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ഫാമിലാണുള്ളത്. ഞാനിന്ന് നിങ്ങളെ കുറച്ചധികം കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഈ ഒരു വീഡിയോ. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. വാക്സിനേഷൻ ഷെഡ്യൂളും അത് പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഒന്ന് പഠിപ്പിക്കാം എന്നൊരു വ്യാമോഹം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആരും പഠിക്കാൻ സാധ്യതയില്ല. കാരണം ആർക്കും പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കാണുന്നവർ വളരെ ചുരുക്കമാണ്. പിന്നീട് ഇത് കണ്ടാലും കണ്ടില്ലെങ്കിലും ഇത് കണ്ടിട്ട് ഇഗ്നോർ ചെയ്തു പോയിട്ട് പിന്നീട് വന്നിട്ട് എൻ്റെ എമ്മിൽ ചോദിക്കുന്നൊരു സ്വഭാവത്തിലേക്ക് ആൾക്കാർ പല കാര്യങ്ങൾക്കും വരുന്നുണ്ട്. അപ്പോൾ എന്നാലും എൻ്റെ ഒരു ദൗത്യം, എൻ്റെ ഒരു കടമ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ഈ ഒരു പോൾട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു ചാനലുണ്ട്, കുറേ അധികം ആളുകൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കടമ ഞാൻ നിർവഹിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ. എന്നാലും പഠിക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഇത് ബോറടിയാകാം, ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ അറിവാകാം. എന്തായാലും നിങ്ങൾ പരിപൂർണ്ണമായിട്ടും കണ്ടാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമുക്കൊരു 6 വാക്സിനാണ് നമ്മൾ ചെയ്യാറുള്ളത്. 7 വാക്സിൻ നമ്മൾ ചെയ്യാറുണ്ട്. അതിലൊന്ന് മെറക്സ് വാക്സിൻ, രണ്ടാമത്തത് 2 ലസോട്ട, 2 IBD. അപ്പോൾ എത്രയായി? 5 ആയി. പിന്നെ 6 പോൾപോക്സിൻ്റെ വാക്സിൻ, മറ്റൊന്ന് R2B വാക്സിൻ. ഇത്രയുമാണ് വാക്സിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ വാക്സിനായിട്ട് നമ്മൾ ഈ ഒരു 6 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തത് നമ്മൾ മെറക്സ് എന്ന് പറയുന്ന അസുഖത്തിന് വേണ്ടിയിട്ടുള്ള വാക്സിനാണ് മെറക്സ് വാക്സിൻ. മെറക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോൾട്രിയിൽ അതറിയപ്പെടുന്നത് പോൾട്രിയിലെ ക്യാൻസർ എന്നാണ്. അതായത് കോഴികളത്തിലെ പൗൾട്രിയിലെ ക്യാൻസർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ട്യൂമറുകൾ രൂപപ്പെടുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആന്തരികമായിട്ടുള്ള അവയവങ്ങളിൽ ട്യൂമറുകൾ രൂപപ്പെടുക. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ലക്ഷണം. നമ്മൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടുപിടിക്കപ്പെടുന്ന ലക്ഷണങ്ങൾ അതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു വാക്സിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് ആദ്യത്തെ ഫസ്റ്റ് ഡേ നമ്മൾ ഹാച്ചറി ലെവലിൽ ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് നമ്മൾ ഹാച്ചറി വിരിയിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. രണ്ടാമത് 7ാമത്തെ ദിവസം നമ്മൾ ലെസോട്ട വാക്സിൻ കൊടുക്കാറുണ്ട്. 7ാമത്തെ ദിവസം തന്നെ കൊടുക്കണം. 7ാമത്തെ ദിവസവും 8ാമത്തെ ദിവസവും. പിന്നീട് നമ്മൾ IBD വാക്സിനാണ് കൊടുക്കുന്നത്. IBD വാക്സിൻ കൊടുക്കുമ്പോൾ നമ്മൾ 14ാമത്തെ ദിവസമാണ് വരിക. അപ്പോൾ 7 14 നിങ്ങൾ ആ കണക്കൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക എപ്പോഴും. അപ്പോൾ നിങ്ങൾ വാക്സിൻ കൊടുക്കാൻ എളുപ്പമായിരിക്കും. അത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ബോറടിയായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടങ്ങിയിരിപ്പുണ്ട്. ഇപ്പോൾ 7ാമത്തെ ദിവസം ലെസോട്ട ഫസ്റ്റ് ഡോസ് കൊടുത്തു. പിന്നീട് നമ്മൾ 14ാമത്തെ ദിവസമാണ് IBD കൊടുക്കുന്നത്. ഇൻഫ്യൂഷ്യസ് ബർസൽ എന്ന് പറയുന്ന അസുഖത്തിന്. ബർസ എന്ന് പറയുന്ന ഒക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബർസൽ എന്ന് പറയുന്ന അസുഖത്തിന്, ബർസ എന്ന് പറയുന്നത് ഞാനിന്ന് കാണിച്ചു തരാം. ബർസ അസുഖം എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ബർസ എന്ന് പറയുന്നത് നമ്മുടെ ഈ തൂവൽ, ഇതിൻ്റെ ഈ ഒരു എൻഡിനുള്ള ഈ ഒരു ഭാഗമാണ് ബർസ. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇവിടെ ഇതുണ്ട്, ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ട്. ഇതാണ് ബർസ. ഇവിടെ ഇൻഫെക്റ്റഡ് ആയിട്ട് ഈ നട്ടലിലൂടെ ഇതിൻ്റെ ഇൻഫെക്ഷൻ കടന്ന് ഈ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇൻഫ്യൂഷ്യസ് ബർസൽ എന്ന് പറയുന്ന അസുഖം. ഈ ബർസൽ എന്ന് പറയുന്ന അസുഖത്തിന് വേണ്ടിയിട്ടുള്ള വാക്സിനാണ് IBD, ഇൻഫ്യൂഷ്യസ് ബർസൽ എന്ന് പറയുന്നത്. ഇത് 14ാമത്തെ ദിവസം നമ്മൾ ചെയ്യും. അപ്പോൾ 7ാമത്തെ ദിവസം നമ്മൾ IBD ചെയ്തതിന് ശേഷം 14ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7 ദിവസം ഗ്യാപ്പാണ് അവിടെ ഉള്ളത്. ഈ 7 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞ് 14ാമത്തെ ദിവസം നമ്മൾ IBD ചെയ്ത് വീണ്ടും നമ്മൾ ലെസോട്ട ബൂസ്റ്റർ ഡോസ് 21ാമത്തെ ദിവസം കൊടുക്കും. ആ കറക്റ്റ് ഷെഡ്യൂൾഡ്, ഓരോ സാധനത്തിനും ഓരോ ഷെഡ്യൂൾഡ്, ഓരോ ടൈമിംഗ് ഉണ്ട്. ഈ ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ വെച്ചിട്ട് നീണ്ടു പോകും കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. കാരണം ഇത് പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണ്, അല്ലാതെ വെറും കോമഡി പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ അല്ല. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ വാക്സിൻ നമ്മൾ ഓരോ സമയത്തും ഓരോ വാക്സിനുകൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ സമയത്തിനും അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനും പല ലക്ഷ്യങ്ങളുമുണ്ട്. അത് ഒന്നാമത്തെ ലക്ഷ്യം, ഒരു കോഴി ആദ്യത്തെ വാക്സിൻ കൊടുക്കുമ്പോൾ അത് എത്രത്തോളം അതിൻ്റെ ബോഡി കംഫർട്ടാണ് എന്ന്, ആ ഒരു വാക്സിൻ സ്വീകരിക്കാൻ എത്രത്തോളം കംഫർട്ടാണ് എന്ന് പരീക്ഷണത്തിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ദിവസം കൊടുക്കാൻ പറയുന്നത്. അതായത് ആദ്യത്തെ ലെസോട്ട വാക്സിൻ കൊടുക്കുന്നത് 7ാമത്തെ ദിവസം വേണം എന്ന് പറയാൻ കാരണം, 7ാമത്തെ ദിവസം മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം, ആ 7ാമത്തെ ദിവസം മാത്രമേ അതിന് ആ ഒരു വാക്സിനെ സ്വീകരിക്കാൻ അതിൻ്റെ ബോഡി തയ്യാറാകൂ. അല്ലാത്ത സമയത്ത് അതിന് ബോഡിയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ സമയം തെറ്റി കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന് മുമ്പേ കൊടുക്കുന്ന വാക്സിനുകൾ. അപ്പോൾ 7ാമത്തെ ദിവസം നമ്മൾ ലെസോട്ട വാക്സിൻ കൊടുത്തതിന് ശേഷം പിന്നീട് 14ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ വരിക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 10ാമത്തെ ദിവസം IBD വാക്സിൻ കൊടുത്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്.
ഒരു കാരണവശാലും കൊടുക്കാൻ കഴിയില്ല. 9ാമത്തെ ദിവസം കൊടുത്തുകൂടെ? ഒരു കാരണവശാലും കൊടുക്കാൻ കഴിയില്ല. 15ാമത്തോ 16ാമത്തെ ദിവസം നമ്മൾ കൊടുത്തുകൂടെ? ചെയ്യരുത്. കാരണം എന്താണ്? അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഓരോ സമയത്തും കൊടുക്കുന്നത് 14ാമത്തെ ദിവസം കൊടുക്കേണ്ട വാക്സിൻ എന്തുകൊണ്ട് 14ാമത്തെ ദിവസം കൊടുക്കണം എന്ന് പറയുന്നതിന് അതിന് സയൻറ്റിഫിക്കായിട്ടുള്ള നിർവചനങ്ങൾ വളരെയധികമുണ്ട്. ആ സയൻറ്റിഫിക്കായിട്ടുള്ള നിർവചനങ്ങളിൽ ഒന്ന്, അതിന് ശരിയായിട്ടും അതിൻ്റെ ബോഡി ഫിറ്റാകുന്ന സമയമാണ് ആ 14ാമത്തെ ദിവസം എന്നതാണ്. പിന്നെ ഒരുപാട് മറ്റനേകം സയൻറ്റിഫിക്കായിട്ടുള്ള ഡെഫിനിഷനുകളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ചാനലിലൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 7ാമത്തെ ദിവസം നമ്മൾ ലെസോട്ട കൊടുത്തതിന് ശേഷം 14ാമത്തെ ദിവസമൊക്കെ വരുമ്പോൾ ആ 14ാമത്തെ ദിവസം 7 ദിവസത്തെ ഗ്യാപ്പാണ് വരിക. 7 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ 21ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മൾ വരിക. 21ാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ അവിടെയും 7 ദിവസത്തെ ഗ്യാപ്പാണ് വരിക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, 14ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 21ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ 7 ദിവസത്തെ ഗ്യാപ്പാണ് അവിടെ വരിക. ഈ 7 ദിവസത്തെ ഗ്യാപ്പ് അതിന് ശേഷം നമ്മൾ ലെസോട്ട നമ്മൾ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നു. പിന്നെ 28ാമത്തെ ദിവസം IBD ബൂസ്റ്റർ ഡോസ് കൊടുക്കും. IBD ബൂസ്റ്റർ ഡോസ് കൊടുക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 7 ദിവസമാണ്. നിങ്ങൾ ആ 7 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 7 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 7ാമത്തെ ദിവസം നമ്മൾ ഈ 7 ദിവസത്തെ ഗ്യാപ്പ് എന്തിനാണെന്ന് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഇത് ബോറടി ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 7ാമത്തെ ദിവസം നമ്മൾ 21ാമത്തെ ദിവസം നമ്മൾ IBD ലെസോട്ട ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നു. 28ാമത്തെ ദിവസം IBD ബൂസ്റ്റർ ഡോസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് 7 ദിവസമാണ്. 28ാമത്തെ ദിവസം നമ്മൾ IBD ബൂസ്റ്റർ ഡോസ് കൊടുത്തതിന് ശേഷം നമ്മൾ പോൾപോക്സ് 35ാമത്തെ ദിവസം ചെയ്യുന്നു. അവിടെയും വരുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് 7 ദിവസമാണ്. 35ാമത്തെ ദിവസം കൊടുക്കുമ്പോൾ ആ ഒരു വാക്സിനും ഗ്യാപ്പ് വരുന്നത് 7 ദിവസമാണ്. പിന്നീട് നമുക്ക് 35 മുതൽ 45 ദിവസം പിന്നീട് R2B എന്ന് പറയുന്ന വാക്സിനാണ്. ഈ R2B എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ പ്രോസസ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചധികം നീണ്ടുപോകും. എങ്ങനെയാണ് നീളുന്നത്? 35 കഴിഞ്ഞിട്ട് 42ാമത്തെ ദിവസം 7 ദിവസം ഗ്യാപ്പ്. ഈ 7 ദിവസം ഗ്യാപ്പിൽ നമ്മൾ അതിനെ ഡിവാം ചെയ്യും, അതായത് വേറെ ഇളക്കും. ഡിവാം ചെയ്തതിന് ശേഷം 42ാമത്തെ ദിവസം ഡിവാമിങ് ചെയ്തതിന് ശേഷം 49ാമത്തെ ദിവസമോ 50ാമത്തെ ദിവസമോ നമ്മൾ R2B നമ്മൾ ചെയ്യും. അവിടെയും 7 ദിവസത്തെ ഒരു ഗ്യാപ്പാണ് വരുന്നത്. ഇപ്പോൾ എല്ലാം 7 ദിവസത്തെ ഗ്യാപ്പ് എന്തിനിട്ടിരിക്കുന്നു? പോൾട്രി സയൻസിൽ വാക്സിനേഷന് 7 ദിവസത്തെ ഗ്യാപ്പാണ് എല്ലാ കാര്യങ്ങൾക്കും ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു വാക്സിൻ എടുക്കാൻ സമയം നിങ്ങൾക്ക് തെറ്റി വരുന്നുണ്ടോ, അല്ലെങ്കിൽ സമയം നിങ്ങൾക്ക് അറിയുന്നില്ല, ഏത് ദിവസമാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യത്തെ 7 ദിവസം, അതായത് ആദ്യത്തെ മെറക്സ് ചെയ്യുന്നത് 1ാമത്തെ ദിവസം, അതിനുശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു ലെസോട്ട വാക്സിൻ. എല്ലാ വാക്സിനുകളുടെയും ഇടയിൽ 7 ദിവസത്തെ ഗ്യാപ്പാണുള്ളത്. എന്തിനാണ് അങ്ങനെ ഗ്യാപ്പ് ഇടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം വാക്സിൻ എടുക്കുന്ന സമയങ്ങൾ അറിയുന്നില്ല. ഇപ്പോൾ വാക്സിൻ ഏതൊക്കെ സമയത്താണ് വാക്സിൻ എടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. നിങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾ അതിൻ്റെ ഡേ ഓൾഡ് ദിവസം ആദ്യത്തെ ദിവസം മുതൽ എല്ലാ 7 ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾ വാക്സിനുകൾ കൊടുക്കാം. അതാണ് ശരിയായിട്ടും അതിൻ്റെ വാക്സിനേഷൻ ഷെഡ്യൂൾഡ്. ഈ വാക്സിനേഷൻ ഷെഡ്യൂളിൽ എന്തിനാണ് ഇട്ടിരിക്കുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഇതിന് വലിയ ഹാച്ചറികളിൽ മറ്റു പല വാക്സിനുകളും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട്. ആ വാക്സിനുകൾ നമുക്കിപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. നമ്മൾ ഒരുപാട് വാക്സിനുകൾ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ കോളറയുടെ വാക്സിൻ, അനീമിയയുടെ വാക്സിൻ, പിന്നെ അതുപോലെ തന്നെ കൊറൈസയുടെ വാക്സിൻ, ഇതൊക്കെ അവൈലബിൾ ആയാൽ അത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ട വാക്സിനുകളാണ്. അപ്പോൾ അതിന് മറ്റ് മാനദണ്ഡങ്ങൾ വരും. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് അത് ചെയ്യേണ്ട വാക്സിനുകളാണെങ്കിലും അത് മറ്റു മാനദണ്ഡങ്ങൾ ആ സമയത്ത് വരും. ആ മാനദണ്ഡങ്ങൾ എന്താണെന്ന് നമുക്ക് അത് അവൈലബിൾ ആയതിനു ശേഷം നമുക്കറിയാം. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ അനീമിയയുടെ വാക്സിൻ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ബൾക്കായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അനീമിയയുടെ വാക്സിൻ നമുക്ക് നാമക്കലിൽ പോയാൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് അനീമിയയുടെ വാക്സിൻ കൊണ്ടുവരാം. അപ്പോൾ അനീമിയയുടെ വാക്സിൻ നമുക്ക് ചെയ്യാം. കൊറൈസയുടെ വാക്സിൻ ഇമ്പോർട്ടൻ്റ് വാക്സിനാണ്, അത് കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. കൊറൈസ കണ്ണ് കഴുകത്തിന് അങ്ങനെ പല വാക്സിൻ, ഫോൾ കോളറ ഇപ്പോൾ ലഭ്യമല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാക്സിനുകൾ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആ വാക്സിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പോൾ ഈ 7 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് ഓരോ വാക്സിനുകൾ കഴിയുമ്പോഴും അതിൻ്റെ ബോഡി ഒന്ന് സജ്ജമാകാൻ 7 ദിവസം വേണം. അപ്പോൾ നമുക്ക് ലെസോട്ട വാക്സിൻ 7ാമത്തെ ദിവസം കൊടുത്തു. 7ാമത്തെ ദിവസം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് 3 ദിവസം, ആദ്യം 7ാമത്തെ ദിവസം കൊടുത്തു, 8, 9, 10 ഈ 3 ദിവസം നമ്മൾ മെഡിക്കേഷൻ ചെയ്യണം. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിന് വിമറാൾ, ഗ്രോവിപ്ലസ്, ലിവർ ടോണിക് ഈ 3 മരുന്നുകൾ കൂടി വെള്ളത്തിൽ കൃത്യമായിട്ടുള്ള ആ ഒരു ഡോസേജിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. എന്തിനാണ് കൊടുക്കുമ്പോൾ ആ ബോഡി അതിൻ്റെ ഈ ലെസോട്ട വാക്സിൻ കൊടുക്കുന്ന സ്ട്രെസ്സ്, കോഴികളുടെ ഉള്ളിലുള്ള ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുകയും
കോഴികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ആ വൈറസ്, ആ ലൈവ് വൈറസിനെ നമ്മൾ കോഴികളുടെ ലൈവ് ബോഡിയിലേക്ക് കയറ്റി വിടുമ്പോൾ ആ ഒരു വൈറസിന് സ്ഥിരമായിട്ടൊരു താവളം ഉറപ്പിക്കാനും അവിടെ അതിന് പ്രവർത്തിച്ചു തുടങ്ങാനുള്ളൊരു സമയപരിധിയാണ് 7 ദിവസം. അതിൻ്റെ ഇടയ്ക്ക് ഇതിന് ആ താവളം ഉറപ്പിക്കാൻ നമ്മളൊരു രാജ്യം നമ്മുടെ ശത്രുരാജ്യത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ആ ഒരു ശത്രുരാജ്യത്തിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള താവളം ഉറപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ നേരിടേണ്ടി വരും. ആ കഷ്ടപ്പാടുകൾ നേരിട്ടതിന് ശേഷം നമ്മൾ താവളം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. കാരണം എന്താ, നമ്മൾ അവിടെ ഒരു താവളം ഉറപ്പിച്ചു കഴിഞ്ഞു, പിന്നെ നമുക്ക് ശത്രുക്കളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ കഴിയും. ഇതേപോലെ തന്നെ നമ്മളൊരു വൈറസ് അകത്ത് കയറി, നമ്മൾ വാക്സിനായിട്ട് കൊടുക്കുന്ന വൈറസ് അകത്ത് കയറി കഴിഞ്ഞാൽ അതിന് താവളം ഉറപ്പിക്കുന്ന സമയം വരെ അതിൻ്റെ ബോഡിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റമിനുകൾ കൊടുക്കുന്നത് 3 ദിവസം. ഈ വൈറ്റമിൻ കൊടുത്ത് അതിൽ നിന്ന് ബോഡി സ്റ്റഡി ആയിട്ട് നിൽക്കുവാനുള്ള സമയമാണ് 7 ദിവസത്തെ ഗ്യാപ്പ്. ഈ 7 ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് നിർബന്ധമായിട്ടും ഫോളോ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാക്സിനുകൾ വളരെയധികം ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാ 7 ഗ്യാപ്പിലും നമ്മൾ 7ാമത്തെ ദിവസം ലെസോട്ട, 14ാമത്തെ ദിവസം IBD, 21ാമത്തെ ദിവസം വീണ്ടും ലെസോട്ട ബൂസ്റ്റർ, 28ാമത്തെ ദിവസം IBD ബൂസ്റ്റർ, പോൾപോക്സിൻ്റെ 35ാമത്തെ ദിവസം, 42ാമത്തെ ദിവസം ഡിവാമിങ്, 50ാമത്തെ ദിവസം നമ്മൾ R2B, 48ഓ 50ാമത്തെ ദിവസമോ നമുക്ക് R2B. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. R2B അതിന് മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഡിവാം, ഡിബിക്കിങ് ഒക്കെ ചെയ്യാറുണ്ട്. ചുണ്ടുമുറിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയണം. ഇതെങ്ങനെ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെയാണ് ഇത് കൊടുക്കുന്നതെന്ന് കൂടി നമുക്കറിയണം. അപ്പോൾ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് പല രീതിയിൽ ലെസോട്ട കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ലെസോട്ട വാക്സിൻ കണ്ണിലും മൂക്കിലും കൊടുക്കുന്നത്, ഇതൊക്കെ വാക്സിൻ കഴിഞ്ഞതാണ്, നമുക്ക് ഇതിനകത്തൊന്നും വാക്സിൻ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഡെമോൺസ്ട്രേഷൻ കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ലെസോട്ട കണ്ണിലും മൂക്കിലും കൊടുക്കുന്ന ആളുകളുണ്ട്. കണ്ണിലും മൂക്കിലും കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണ്? നമ്മൾ ഇത് ഈ വിരൽ നമ്മളിത് കണ്ണിൽ ഈ കോഴിയുടെ ഈ ഭാഗത്ത് വരണം, പെടലിയുടെ ഭാഗത്ത് വരണം, ഇങ്ങനെ വരണം. എന്തിനാണ് ഇങ്ങനെ വരുന്നത്? നമ്മൾ ഇതിനകത്ത് കണ്ണിൽ നമ്മളിങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ ഒരു വിരൽ കൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുന്നു, ചെറുതായിട്ട് അമക്കരുത്, ചെറിയതായിട്ട് നമ്മൾ ഈ കോഴികളെ പിടിക്കുന്നു. കോഴികളുടെ കണ്ണ് ഇങ്ങനെ നമ്മൾ തുറന്നു വരുമ്പോൾ ഒരു ഇറ്റ് ഈ കണ്ണിലേക്ക് ഇറ്റിച്ചു കൊടുക്കുന്നു, മറ്റൊരു ഇറ്റ് നമ്മൾ ഈ കണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കണ്ണിലൂടെ വരുന്ന വാക്സിൻ ഇത് ഇറക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കോഴികൾ ഇറക്കുന്നതായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുമ്പോൾ അത് സക്സസ് ആയി എന്നാണ് നമ്മുടെ ഒരു വാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മൂക്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ ഇത് ശരിയായിട്ടും ഈ ഒരു ഇറക്ക് നമുക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. ഇങ്ങനെ ഇറക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം കോഴികളുടെ ഉള്ളിൽ വാക്സിൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൽ ഐസ് ക്യൂബൊക്കെ ഇട്ട് നമുക്ക് തണുപ്പ് പോകാതെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടാൽ മതി. മറ്റൊന്ന്, അങ്ങനെയാണ് IBD വാക്സിനും ലെസോട്ട വാക്സിനും നമ്മൾ കണ്ണിൽ കൊടുക്കുന്നതും വെള്ളത്തിൽ കൊടുക്കേണ്ട രീതി യൂട്യൂബിലുണ്ട്, ഒന്ന് കാണുക. കണ്ണിൽ കൊടുക്കേണ്ട രീതി ഇങ്ങനെയാണ്. മറ്റൊന്ന് പോൾപോക്സും R2Bയും കൊടുക്കുന്ന ഇതാണ്. പോൾപോക്സും R2Bയും കൊടുക്കുന്നത് പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്, പല തെറ്റുകളുമുണ്ട്, പല സംശയങ്ങളുമുണ്ട്. സാധാരണഗതിയിൽ നേരത്തെയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഇവിടെയാണ്. ഈ നമ്മുടെ ചിറക് ഇങ്ങനെ വിടർത്തുമ്പോൾ, കോഴികളുടെ ചിറക് വിടർത്തുമ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ചിറകിൻ്റെ നമ്മൾ കോഴികളെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവനാകെ ബഹളമാണ്. നമുക്ക് കോഴികളെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഭാഗത്ത് കണ്ടില്ലേ, ഈ ഭാഗത്താണ് കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ തൊലിക്കടിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇവിടുന്ന് മാറിയിട്ട് നമ്മൾ ഈ ചിറകെടുക്കുക. ഈ ചിറകിൻ്റെ എൻഡ് നോക്കിയാൽ, ഈ ചിറകിൻ്റെ എൻഡ് നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ ഈ ഭാഗത്ത് ഒരു മസിലുണ്ട്. ഈ മസിലുണ്ടോ? ഈ ചിറകിൻ്റെ ഈ എൻഡിനുള്ള മസിൽ, അതായത് കോഴികളെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ, കോഴികളെ നിങ്ങൾ ഇങ്ങനെ പിടിച്ച് കാണിക്കുക, ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഈ കോഴികളുടെ തുടക്കത്തിലുള്ള നമ്മുടെ തോളെന്ന് പറയുന്ന ഭാഗം, ഈ ഭാഗത്തുള്ള ഈ മസിലിൽ നമ്മൾ വാക്സിൻ കൊടുക്കുക. അത് എത്ര ml ആണ് കൊടുക്കേണ്ടത്? നമ്മളിപ്പോൾ പോൾപോക്സ് ആണെങ്കിൽ 0.2 ml, R2B ആണെങ്കിൽ 0.5 ml. അതാണ് നമ്മൾ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുക. ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സിറിഞ്ച് കൊടുക്കാം, അല്ലെങ്കിൽ വാക്സിനേറ്റർ വാങ്ങിക്കാം. ഇതാണ് ശരിയായിട്ടും വാക്സിനേഷൻ രീതി. ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ വാക്സിനുകളും കൃത്യമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. മറ്റൊന്ന് ഡിബിക്കിംഗ് ആണ്. ഡിബിക്കിംഗ് ഉണ്ടോ? ഇതിൻ്റെ ഡിബിക്ക് ചെയ്യാറായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഡിബിക്ക് ചുണ്ട് വളർന്നിട്ടുണ്ടാവും. ഈ ചുണ്ട് ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏകദേശം 35 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഡിബിക്ക് ചെയ്യാം. ഇത് നമുക്ക് വളരെയധികം മൂർച്ച വന്നിട്ടുണ്ട്. നമുക്കിതാണ് ഈ വാക്സിനേഷൻ ഷെഡ്യൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചത് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വാക്സിൻ ഷെഡ്യൂൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പ്രധാനമായിട്ടും R2Bയും പോൾപോക്സും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ചെയ്ത് കളയരുത് ഇനിയിപ്പോൾ ഉള്ള വാക്സിൻ. കാരണം അത് കൃത്യമായിട്ട് ക്ലിയറായിട്ട് നമുക്ക് കോഴികൾക്ക് എഫക്റ്റീവ് ആവാൻ സാധ്യത വളരെ കുറവാണ്. ഇവിടെ ചെയ്യാം. ഇതാണ് ഈ ഒരു എല്ലിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ.
അപ്പോൾ വാക്സിനേഷൻ ഷെഡ്യൂൾഡ് കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതനുസരിച്ച് ചെയ്യാൻ നോക്കുക. ഒരു കാരണവശാലും വാക്സിൻ കൊടുക്കാതിരിക്കരുത്. വാക്സിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വാക്സിൻ നിർബന്ധമായിട്ടും കൊടുക്കുക. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോഴികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പല കാര്യങ്ങളും പറയാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ചെയ്യാം. നമുക്ക് ഏറ്റവും വലിയ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത് വാക്സിനേഷൻ തന്നെയാണ്. ആ വാക്സിനേഷൻ കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ലെസോട്ട നമ്മൾ പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ പറ്റുമോ? മെറക്സ് എന്ന് പറയുന്ന വാക്സിൻ, മെറക്സ് വാക്സിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. മെറക്സ് വാക്സിൻ ചെയ്യുന്നത് ഇവിടെയാണ്. തല പിടിക്കുക, നിങ്ങൾക്ക് ഈ തലയുടെ ഭാഗം, ഈ തലയുടെ ഈ പേശിയിൽ പിടിക്കുക. ഇവിടെ ഈ തൊലിയിൽ, ഈ തൊലിക്കടിയിൽ, അതായത് കൃത്യമായിട്ട് കോഴികളെ ഇങ്ങനെ പിടിക്കുക. കോഴികളുടെ ഈ തലയുടെ ഭാഗത്ത് ഈ ഭാഗത്ത് നമ്മളെ ഈ തൊലിയുണ്ട്, പേശിയുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചെറിയ ഈ തൊലി മാത്രമായിട്ട് ഇങ്ങനെ വരും. ഈ തൊലിയുടെ മുകളിൽ പതുക്കെ നമ്മൾ കൃത്യമായിട്ട് 0.2 ml നമ്മൾ മെറക്സിൻ്റെ വാക്സിൻ ചെയ്യേണ്ടത്. ഇവിടെ വാക്സിനേറ്റർ കൊണ്ട് ഇതിൽ എവിടെയും ഒരു ഡാമേജും വരാതെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പക്ഷേ അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോഴേ അത് ക്ലിയർ മതി. ഇതേ ഈ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടോ, ചെറിയൊരു ഭാഗമുണ്ട്. ഈ ഭാഗത്ത് ചെറുത്. ഇത് വലിയ കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നമൊന്നും കാണിക്കത്തില്ല. ഈ ഭാഗത്താണ് ഇത് വാക്സിൻ ചെയ്യേണ്ടത്. ഈ പെടലിയുടെ ഈ ഭാഗത്താണ് ചെയ്യേണ്ടത്. ഇവിടെ ഈ തൊലിയുടെ അടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ വാക്സിൻ എന്ന് പറയുന്ന വേലിക്കെട്ട് ആദ്യം നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് അതുപോലെ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.